എല്ലാവർക്കും വീണ്ടും മാസിഫ് ഗെയിംസിലേക്ക് വീണ്ടും സ്വാഗതം. എഗെയിൻ നമ്മൾ പുതിയ ഗെയിംസിനൊന്നിരിക്കണം ചൂടിട്ടാണ് ഗൈസ് വന്നത്. ഗൈസ് അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാനാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി കാണുന്നേരം നമ്മുടെ മെയിൻ റോഡിൽ നമ്മുടെ വണ്ടി ഒന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഓട്ടോമാറ്റിക്കല്ലേ നമ്മുടെ വണ്ടി ഓട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗിയർ വെച്ച് നമുക്കൊന്ന് ഓട്ടിച്ചേക്കാം. അപ്പോൾ ഗൈസ് ഞാൻ നേരെ മാനുവൽ വെച്ച് എനിക്ക് പ്ലസ് ആണ് ഗൈസ് വരുന്നത്. എനിക്ക് ഈ വണ്ടിക്ക് എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ന്യൂട്രിയിൽ നമ്മൾ നേരെ റിവേഴ്സ് ഫസ്റ്റ്. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ഫസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് വണ്ടി ഓട്ടിക്കുന്നേക്കാളും അങ്ങനെയൊന്നും എനിക്കൊരു അറിയത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് പോവാണ്. ഗൈസ് അപ്പോൾ എനിക്ക് സെറ്റിക്സ് വെച്ച് എനിക്ക് ഓട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കാണ് എനിക്ക് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ സൗണ്ട് ഒന്ന് കുറച്ചിട്ട് നമ്മുടെ വണ്ടി പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് കഴുകാൻ വാഷ് ചെയ്യാൻ കയറ്റാം. അപ്പോൾ നമ്മൾ ഈ ഒരു വഴി കൂടിയാണ് തൽക്കാലത്തിൽ നമ്മുടെ വണ്ടി കയറ്റുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു വണ്ടി നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു കടമുറിയുടെയോ നമ്മുടെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോ നമ്മൾ ഈ ഒരു വണ്ടി നേരെ നമ്മൾ പാർക്ക് ചെയ്യും സുഹൃത്തുക്കളെ. അതിനുശേഷം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. നമ്മളൊരു നല്ലൊരു സ്പോട്ടിലോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇനി എന്തായാലും അഴുക്കൻ ചെളിയാവാൻ പോവുകയാണ്. എന്തായാലും അഴുക്കൻ ചെളിയാവാൻ പോവാണ്. അപ്പോൾ കഴിച്ച് ഈ ഒരു വീഡിയോ കിട്ടാൻ എനിക്കല്ലേ സബ്സ്ക്രൈബേഴ്സാണ് ലൈക്ക് ടാർഗറ്റാണ്. അപ്പോൾ നിങ്ങൾ നേരെ ഇപ്പോൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് തകർക്കുക. കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മളാണെങ്കിൽ നമ്മൾ കുറച്ച് വണ്ടികളൊക്കെ കൊണ്ടുവന്നായിരുന്നു. നിങ്ങളത് കണ്ടു കാണും. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ കൊണ്ടുവന്ന വണ്ടിയുടെ പേരാണ് ബ്യൂട്ടി എന്ന് പറയുന്നൊരു ജഡസ്ത്ര ഗൗഡയാണ്, നടരാജ ഗൗഡ എന്ന് പറയുന്നൊരു വണ്ടിയാണ് സുഹൃത്തുക്കൾ. അപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടി അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതേപോലത്തെ വെറൈറ്റി വണ്ടീസ് വരാൻ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ചെയ്തു തരിക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കാണുന്ന ഈ ഒരു ഗെയിമൊക്കെ നമ്മൾ ഒരിക്കലും കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ പറയുന്ന ഗെയിമൊക്കെ നിങ്ങൾ കളിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം ഓർത്ത് ഗൈസ്, നിങ്ങളൊക്കെ ആണെങ്കിൽ കുറേ റെഡ് ഇമോജി നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾ കുറേ എന്താ ലവ് ഇമോജിയും അതൊക്കെയാണ് നിങ്ങൾ ഇടുന്നത്. കുറേ ഇമോജീസാണ് നിങ്ങൾ ഇടുന്നത്. പക്ഷെ നിങ്ങൾ കാര്യം ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കുന്നത്. ഏതൊക്കെ ഗെയിം ഉണ്ടെന്ന് നിങ്ങൾ ആവശ്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ഇഷ്ടമുള്ളൊരു ഗെയിം ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇഷ്ടമുള്ളൊരു നിങ്ങളുടെ ഒരു ഗെയിം പറയൂ. അപ്പം ഞാൻ ആ ഗെയിം തന്നെ ഞാൻ ഒരു ഇപ്പം കൊണ്ടുവരും. അപ്പോൾ ലൂഡോ ആണെങ്കിലും ക്യാരംസ് ആണെങ്കിലും അഥവാ സ്നേക്ക് ലാഡർ ആണെങ്കിലും അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടല്ലോ. അതേപോലത്തെ എല്ലാ ഗെയിംസും നമ്മൾ കളിക്കാനായിരിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ ഒരു വീഡിയോ കിട്ടാൻ എനിക്കല്ലേ സബ്സ്ക്രൈബേഴ്സ് ആണ് ലൈക്ക് ടാർഗറ്റാണ്. അപ്പോൾ നേരെ ബെല്ലൈക്കൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് തകർക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വണ്ടി കണ്ട വെളുത്ത് കുട്ടപ്പനായി വരും കേട്ടോ. ഇത്രയും ഭാഗം നോക്കിച്ച് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു കോലം നിങ്ങളൊന്ന് അനുസരിക്കാം. എൻ്റെ മോനെ നമ്മൾ സ്കിപ്പ് ചെയ്യണം. നമുക്കിതൊന്നും കാണാനുള്ളൊരു ഇതില്ല, ശക്തിയില്ല ഗൈസ് എനിക്ക്. അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടി നമ്മൾ വൃത്തിയാക്കി നല്ല വെളുപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു വണ്ടി നേരെ നമ്മൾ ഇവിടുന്ന് പെയ്യെ നമ്മൾ വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുത്തിട്ട് നമ്മൾ ഈ ഒരു വണ്ടി നമുക്കൊരു കൊണ്ടുപോകേണ്ട ഒരു ചേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഈ വണ്ടി എങ്ങനെയെങ്കിലും കയറ്റണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടാസ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഡോറൊക്കെ തുറന്ന് സൈഡൊക്കെ നോക്കണം, എന്നാലേ നല്ല പെയ്യ് വണ്ടി പോകത്തുള്ളൂ. എനിക്കറിയത്തില്ല ഈ വണ്ടി എങ്ങനെയൊക്കെ ഞാൻ വളച്ചെടുക്കുമെന്ന്. ഞാനൊരു ബുദ്ധിമാനും അല്ല, ഒരു കിഴങ്ങനും അല്ല. ഓക്കെ, എങ്ങനെയൊക്കെയോ ഞാൻ ഈ ഒരു വണ്ടി അവിടെ നമ്മൾ എങ്ങനെയെങ്കിലും ഇറക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു വണ്ടി ഇടിക്കാനൊരു 100% ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ണസിൻ്റെ വോൾവോ എന്ന് പറയുന്നൊരു നല്ല നീളം ഹൈറ്റുമുള്ള ഒരു വണ്ടിയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി വീഴാൻ ഒരു 100% ചാൻസ് നമുക്ക് കാണാം. ഓക്കെ, സൗണ്ട് ഇടാം. ഹോൺ കേൾക്കുന്ന രീതിയിലുള്ള സൗണ്ട് നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് എത്ര ലൈക്ക് സബ്സ്ക്രൈബേഴ്സാണ് ലൈക്ക് ടാർഗറ്റാണ് നിങ്ങൾക്ക് പറഞ്ഞല്ലോ 10K. ഓക്കെ, അപ്പോൾ നേരെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് തകർക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, പോയി ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലും മാത്രമേ നമുക്ക് ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുക്കാൻ സമയമാകും. നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾക്ക് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് കൂട്ടമൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിനൊക്കെ ഞാൻ പോയേക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റാഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. എനിക്ക് അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. നിങ്ങൾ യാതൊരുപ്പം ഓർത്തൊന്ന് ക്ഷമിക്കുക. നമ്മുടെ ഈ ഒരു വണ്ടി സപ്പോസ് നമുക്ക് താഴെയാണ് നമുക്ക് വണ്ടി ഒന്ന് കൊണ്ടുപോകേണ്ടത്. നമ്മൾ നേരെ വണ്ടി നമ്മുടെ അങ്ങോട്ട് നമ്മളൊന്ന് പാർക്ക് ചെയ്യുന്നതായിരിക്കും സുഹൃത്തുക്കളെ.
നമ്മുടെ ഈ ഒരു വണ്ടി ഇപ്പം വെളുത്ത് കുട്ടപ്പനായി പോവുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് തന്നെ കണ്ണെടുക്കാൻ വയ്യ. അതിനകത്തുനിന്ന് നല്ല രസമുണ്ട്. നമ്മുടെ വണ്ടിക്കാണെങ്കിൽ ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് നമ്മുടെ ഈ ഒരു വണ്ടി എനിക്ക് ധാരാളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വണ്ടി. ഓക്കെ, അവൻ ആ വഴി കൂടെ പോകാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ വഴി പോവുക. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും വണ്ടി ഒന്ന് നിർത്തി നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നു തോന്നുന്നു. നമ്മുടെ പഴയ ബസ് സിമുലേറ്ററിൻ്റെ കുറേ ഫോട്ടോസാണ് ഇപ്പോഴും ഒരു വാൾപേപ്പറായിട്ട് നമ്മുടെ ഈ ഒരു ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ വരുന്നത്. നല്ലൊരു കോഴിയുടെയൊക്കെ കുറേ വാൾപേപ്പേഴ്സൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റിനകത്താണ് ഇപ്പം മനുഷ്യരൊക്കെ ഇറങ്ങി നടക്കുന്നത്. അത് മറ്റേ ബസ് സിമുലേറ്റർ ഇന്ത്യക്കകത്തുണ്ടായിരുന്നു. ബസ് സിമുലേറ്റർ ഇന്ത്യക്കകത്ത് ഈ വണ്ടികളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതിന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ബസ് സിമുലേറ്റർ ഇന്ത്യക്കകത്ത് കുറേ അധികം സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ നമ്മുടെ ട്രാഫിക്കായി ഈ ട്രാഫിക്കിൽ എന്ന് പറഞ്ഞാൽ എന്തിട്ട് സമയം എടുക്കുമെന്നറിയാം. എയർപാൻ ടെർമിനൽ, എയർപാനൊക്കെ പോകാൻ പറ്റും. എയർപാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള എയർപാൻ. ഓക്കെ, അതൊക്കെയാണ് അവൻ തോന്നുന്നു ഉദ്ദേശിച്ചത്. നമുക്ക് ഫ്രണ്ടിലോട്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ണസിൻ്റെ ഒരു വോൾവോ ആണ്. കട്ടായ 100% ചാൻസും ഉണ്ട്. പോടാ, വണ്ടി എടുത്തോണ്ട് പോടാ. അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ ഈ വണ്ടി ഈ ട്രാഫിക്കിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് ഞാൻ പറയാൻ വന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഈ വണ്ടി അനുസരിച്ച് നമ്മൾ ട്രാഫിക് റൂൾസ് അനുസരിച്ചായിരിക്കും നമ്മളിനി ഈ വണ്ടിക്കകത്ത് നിന്ന് പോകാൻ പോകുന്നത്. നമ്മളിനി ഒരിക്കലും നമ്മൾ ട്രാഫിക് റൂൾസ് അനുസരിക്കാതെ നമ്മളിനി പോകത്തില്ല. ഇനി ഏതൊരു വീഡിയോക്കകത്താണെങ്കിലും ലൈറ്റൊക്കെ അണച്ച് നമ്മൾ ട്രാഫിക് റൂൾസ് അനുസരിച്ച് പോകുന്നത്. കാരണം വെച്ചാൽ ഇതൊരു വലിയ വണ്ടിയാണ്. ചെറിയ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് 120, 140 എന്ന് പറഞ്ഞ് പറപ്പിക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബസ്സാണെന്നുള്ളൊരു ഓർമ്മയും കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇത് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇടിക്കാൻ 100% ചാൻസും വണ്ടി മറിയാനും ചാൻസ് ഉണ്ട്. പിന്നെ രക്ഷിക്കാനൊക്കെ ക്രൈം വിളിക്കാനുള്ള പൈസ നമ്മുടെ ഇപ്പം ധാരാളം ഇല്ല ഗൈസ് സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഈ ഒരു വണ്ടി എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. കട്ടറൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പോലും വയ്യ. പിന്നെ എങ്ങനെയാണ് ഞാൻ വണ്ടി ബ്രേക്ക് പിടിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ എനിക്ക് അറിയാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ ബ്രേക്ക് പിടിച്ച് ഞാൻ പെയ്യാണ് പോകുന്നത്. നമ്മുടെ വണ്ടി ഇടിക്കത്തില്ല ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് നാട്ടുകാരെ ആരെയും ഇടിക്കാതെ ശല്യപ്പെടുത്താതെ നമ്മുടെ ഈ ഒരു വണ്ടി പോകുമെന്ന്. ഈ വഴിക്കൂടെ പോകുന്നത് തന്നെ സമ്മതിക്കണം. ഓക്കെ, നമ്മൾ ബ്ലോക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നമുക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയ വണ്ടിയാണ്. വേറെ വലിയ ലോറി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല. നമുക്ക് വലത്തോട്ടല്ല പോകേണ്ടത്, ഇടത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇടത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചേക്കാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ മഴ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി ഞാൻ നൈസായിട്ട് ഞാൻ സൈഡിലോട്ട് ഒതുക്കുകയാണ്. മഴ വന്നാൽ ഞാൻ ഈ വണ്ടി എടുക്കത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഴ വന്നാൽ ഞാൻ വണ്ടി എടുത്താൽ ഞാൻ വണ്ടി ചെളിയാവും. എന്നാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ഈ വണ്ണസിൻ്റെ വോൾവോ എടുക്കത്തില്ല. എനിക്കിഷ്ടമല്ല. ഞാനത് എടുക്കാനും പോകുന്നില്ല സുഹൃത്തുക്കളെ. വണ്ടി തൽക്കാലത്തെ ഞാൻ ഇവിടെ ഒതുക്കിയിടുകയാണ്. പോകേണ്ടവർക്ക് വേണമെങ്കിൽ പോവാം. എൻ്റെ വണ്ടി ഞാൻ എടുക്കത്തില്ല ഇവിടുന്ന്. മഴ കഴിഞ്ഞിട്ട് എൻ്റെ ഈ വണ്ടി ഞാൻ ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വണ്ണസിൻ്റെ വോൾവോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വണ്ടി ചീർന്ന് തിരിക്കുകയാണെങ്കിൽ ബാക്കിലും ചീർന്ന് തിരിയുന്നുണ്ടാവും. അതായത് ബാക്കിലും സ്റ്റിയറിംഗ് ഒക്കെ തിരിയും. അങ്ങനത്തെ ഒരു കഴിവൊക്കെ നമ്മുടെ ഈ വണ്ണസിൻ്റെ വോൾവോയ്ക്ക് ഉണ്ട്. അതാണ് നമ്മുടെ വണ്ടിയൊക്കെ പെട്ടെന്ന് തിരിയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വണ്ടി വളയാനും തിരിയാനൊക്കെ ഒടുക്കത്തെ പാടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാണ്. നമ്മുടെ ഈ വണ്ടി ഇവിടെ വെച്ച് തന്നെ നമ്മൾ ഒതുക്കിയിട്ട് വേണം. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇവിടുന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, ബെല്ലൊക്കെ അടിച്ച് നോക്കിയിട്ട് ബൈ.